ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നേരത്തെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. നല്ല തണുപ്പാണ്. നീക്കുട്ടി എണീറ്റിട്ടേ ഇല്ല. മൂടി പോയിച്ച് നല്ല ഉറക്കമാണ് ആള്. ഏട്ടനും ഇവിടെ ഇല്ല കേട്ടോ. ഏട്ടന് കണ്ണൂരാണ് ജോലി. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുളിച്ചിട്ട് വേണം അടുക്കളയ്ക്ക് കയറാൻ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 2-ാം തീയതി കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ട് നോമ്പെടുക്കുന്നുണ്ട് നമ്മൾ. അപ്പം അതുകൊണ്ട് കുളിക്കണം. അല്ലെങ്കിൽ തന്നെ രാവിലെ തണുപ്പാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കുളിയും കൂടെ ഒരു കഥയൊക്കെ തന്നെയാണ്. അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറിക്ക് മുറിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊടികളൊക്കെ ഇട്ടിട്ട് കറി ചോറൊക്കെ ഒന്ന് സെറ്റാക്കാം. നമ്മളിവിടെ ചായക്ക് കടി ഉണ്ടാക്കൽ കുറവാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ. രാവിലെ ഞാനും നീക്കുട്ടിയും ചോറാണ് കഴിച്ചിട്ട് പോവുക. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുകൊണ്ടും നീക്കുട്ടി സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ടും ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ വല്ലതും കഴിക്കുക. അപ്പോൾ അതുവരെ നിൽക്കണ്ടേ. 2 ദോശ ഇഡലിയൊക്കെ തിന്ന് പോയാൽ ഒന്നും ആവില്ല. എൻ്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ 10 മണിയാകുമ്പോഴേക്ക് വിശക്കാൻ തുടങ്ങും. പിന്നെ നീക്കുട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ സ്കൂളിൽ നിന്ന് അവർ ഒരു 12:30-12:45 ആകുമ്പോഴേക്കിന് ചോറ് കൊടുക്കും കേട്ടോ. പണ്ടത്തെ പോലെ ഒന്നല്ല. പണ്ടത്തെ പോലെ സ്ട്രിക്റ്റ് ഒന്നല്ല. 1 മണി കറക്റ്റിന് വിട്ട് കൊടുക്കും. അങ്ങനെ ഒന്നുമില്ല. ഇപ്പം 12:45 ആകുമ്പോഴേക്ക് തന്നെ വേഗം ചോറ് കൊടുക്കും കേട്ടോ അവർ. നമ്മൾ രാവിലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വൈകുന്നേരത്തിൽ കൂടെ കൂട്ടി ഉണ്ടാക്കും കേട്ടോ. എന്നാൽ പിന്നെ വൈകുന്നേരം വന്നാൽ അയിമ മെനക്കെടുണ്ടല്ലോ. അതുകൊണ്ട് വൈകുന്നേരത്തും കൂടെ കൂട്ടിയിട്ടാണ് കറി ഉണ്ടാക്കൽ. ചോറ് പിന്നെ വൈകുന്നേരത്തേക്ക് വേറെ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ അതാ തേങ്ങ വറുക്കുകയാണ്. തേങ്ങ വറുത്തരച്ചാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. നല്ല പുക അടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയണില്ല. നല്ല കണ്ണിലേക്കൊക്കെ വരുന്നുണ്ട്. കണ്ണൊക്കെ എരിഞ്ഞൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ അതാ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാറട്ടെ, എന്നിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ അതാ നമ്മുടെ നീയക്കുട്ടി എണീറ്റിട്ടുണ്ട്. ആൾ ഡയറി എഴുതുകയാണ് കേട്ടോ. ആളെ മെയിൻ എഴുത്ത് ഡയറിയാണ്. ഇന്നലെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വന്നപ്പോൾ നേരെ വൈകിയതുകൊണ്ട് അതൊന്നും എഴുതാൻ കൂടിയില്ല. നേരെ കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് എഴുതുകയാണ് ആൾ. എന്നോട് കുറച്ച് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുറത്ത് നല്ല തണുപ്പായിട്ടാട്ടോ പുതപ്പ് പോച്ചിരിക്കുന്നത്. ആൾക്കൊട്ടും തണുപ്പ് പറ്റൂല. കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എങ്ങനെയൊക്കെയോ രാവിലെ കുളിപ്പിക്കലാണ്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഇവിടെ വറുത്ത് വെച്ച് ചൂടാറിയിട്ടുണ്ട്. അത് അരച്ച് കറിയിലേക്ക് ചേർക്കട്ടെ. അതിന് മുന്നേ പുളി ഒഴിക്കാനുണ്ടായിരുന്നു. ഞാനത് മറന്ന്. അപ്പോൾ ഇതാ നീയക്കുട്ടി എഴുത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിക്കാൻ പറഞ്ഞപ്പം മടി കാട്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുപ്പിൻ്റെ തുണ്ടുമ്പോൾ കയറി ഇരിക്കുകയാണ്. അവിടെ ചൂട് കാഞ്ഞിരിക്കുകയാണ് കേട്ടോ. പുറത്തുനിന്ന് ഭയങ്കര തണുപ്പായിട്ടേ. ഇനിയിപ്പോൾ കുളിപ്പിക്കട്ടെ. ആളെ ഒറ്റയ്ക്ക് കുളിക്കുകയൊക്കെ ചെയ്യും, എന്നാലും മടിയാണ്. അപ്പോൾ ഇതാ കറി ആയിട്ടുണ്ട്. ഇനി അത് താളിക്കണം. ഉലുവയിലാണ് താളിക്കുന്നത്. അപ്പം ഞാൻ വേഗം താളിച്ച് കറി റെഡിയാക്കി വെക്കട്ടെ. ചോറ് വെന്തിട്ടുണ്ട്. ചോറ് ഒരു ഭാഗത്ത് ഞാൻ ഊറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബെഡൊക്കെ അത് അങ്ങനെ കിടക്കുന്നുണ്ട്. ബെഡൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കണം. അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് അതൊക്കെ പണിയാവും. അത് കഴിഞ്ഞിട്ട് വേണം നീയക്കുട്ടീൻ്റെ യൂണിഫോം, എൻ്റെ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇടാണ്ട് ഒക്കെ രാവിലെ കേട്ടോ ചെയ്യുക. രാത്രി ഒന്നും ചെയ്യൂല. ഭയങ്കര മടിയാണ് രാത്രി ചെയ്യാൻ. ഒന്നാമത് ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ക്ഷീണമാണ്. അപ്പം അങ്ങനെ കിടക്കും. അപ്പോൾ രാവിലെ ചെയ്യലാണ് പതിവ്. അപ്പം നീയക്കുട്ടി കുളിച്ച് വന്നാൽ ഉടനെ ഇസ്തിരി ഇട്ടത് എടുത്തിടും കേട്ടോ, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഡാൻസ് പ്രാക്ടീസിൻ്റെ ഒക്കെ ബെഡുമ്പോൾ നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ മാറ്റി ഒരുക്കിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. മേക്കപ്പും കാര്യങ്ങളൊക്കെ ആളെന്നെ ഇടും കേട്ടോ. ഡ്രസ്സ് നമ്മളിട്ട് കൊടുക്കണം. അപ്പം ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാൻ. എൻ്റെ ബസ് 8:20-നാണ്. ഞാനിവിടുന്ന് 8:15-നാണ് ഇറങ്ങുക. ഞാൻ എന്നിട്ട് ഓടലാണ്. എന്നാൽ തന്നെ ചില ദിവസങ്ങളിൽ ബസ് കിട്ടൂല. അപ്പോൾ അതാ നമ്മുടെ നീയക്കുട്ടി മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് ആൾ മാറി തരൂല. ഞാൻ എന്നിട്ട് ആ ഇരുട്ടത്ത് പോയിട്ട് പൗഡറും പൊട്ടൊക്കെ തൊടണം. ആളെ ഒരു അരമണിക്കൂറോളം കണ്ണാടീൻ്റെ മുന്നിലിരിക്കും. അപ്പം ഞാൻ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. ഒരു ചമ്മന്തിയും പിന്നെ ഒരു തേങ്ങ അരച്ച കറിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൂട്ടിയിട്ട് വേണം ഉച്ചയ്ക്ക് കഴിക്കാൻ. രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വേഗം പാത്രത്തിലാക്കുകയാണ്. വെള്ളമൊക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകലാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ മഞ്ഞപ്പിത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊണ്ടുപോകണം. നീയക്കുട്ടിക്കും അതന്നെ കൊടുക്കൽ. അപ്പം നീയക്കുട്ടീൻ്റെ കണ്ണെഴുത്തൊന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതാ ഞാൻ അവളുടെ മുടി കെട്ടി കൊടുക്കുകയാണ്. നനഞ്ഞ മുടിയായിട്ട് ഭയങ്കര കെട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ 2 ഭാഗത്തേക്ക് മുടഞ്ഞിട്ട് പോകാനും പറ്റൂല. ഇങ്ങനെ കെട്ടില്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പം ഞാനിതാ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. നീയക്കുട്ടീൻ്റെ വക ഒരു ഉമ്മയുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ നീയക്കുട്ടിക്ക് ടാറ്റ കൊടുത്തിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ വൈകുന്നേരം വരുള്ളൂ. അപ്പം ഞാൻ വേഗം പോകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.